ഇന്നത്തെ വാഷിങ്ടൺ പോസ്റ്റിൽ വന്നൊരു വാർത്തയുണ്ട്. മെയിൻ ലീഡ് സ്റ്റോറി ആയിട്ടാണ് വന്ന്, എക്സ്ക്ലൂസീവായിട്ട്. അത് ഇറാനിയൻ ഡിഫൻസിനെയും അവരുടെ അഡ്മിനിസ്ട്രേഷനെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ്. പക്ഷെ അൺകൺഫേംഡ് സോഴ്സ് എന്ന രീതിയിൽ പേരുകൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെ കോട്ട് ചെയ്തുകൊണ്ടാണ് വാർത്തയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഇറാന് ഇസ്രായേലിനെയും അമേരിക്കയും അറ്റാക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഇറാന് ഫർദറായിട്ട് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ വാറ് എസ്കലേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇറാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രോക്സീസ്, അതായത് ഇറാൻ ട്രെയിനിങ്ങും വെപ്പൺസും കൊടുത്ത പ്രോക്സീസാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നതും ഹമാസ് എന്ന് പറയുന്നതും. അതേപോലെ തന്നെ ഹിസ്ബുള്ള കത്തലീബ് എന്ന് പറയുന്ന സംഘടനയും, അങ്ങനെ പല സംഘടനയുണ്ട്. മിലീഷ്യ ഗ്രൂപ്പാണ്, ടെറർ ഗ്രൂപ്പുകളാണ്. അപ്പോൾ അവിടെ ഇറാനിയനായിട്ടുള്ള ഒഫീഷ്യൽസ് അവരുമായിട്ട് സംസാരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും അമേരിക്കയോ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പോകരുത്. അത് തിരിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഈ മേഖലയിൽ. അതുമല്ല, അവിടെ ഇറാന്റെ എക്സിസ്റ്റൻസ് ചോദ്യം ചെയ്യപ്പെടും. ഇറാനെ കയറി അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ, ഈ രീതിയിലുള്ള അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഇറാൻ പോലും നാളെ കാണുകയില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 13 ദിവസമായിട്ട് ഹിസ്ബുള്ളയാണെങ്കിലും കത്തലീബ് ഹിസ്ബുള്ള, അതേപോലെ ഇവരൊക്കെ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ 13 ദിവസമായി ഇവർ അറ്റാക്ക് ചെയ്തിട്ട് അമേരിക്കൻ ക്യാമ്പുകളിലോട്ടോ ഇസ്രായേലിലോട്ടോ ഒക്കെ. അപ്പം എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇവർ ചിന്തിക്കാനുണ്ടായ സംഭവം എന്താ? അതായത് അമേരിക്ക ഈ അവരുടെ ക്യാമ്പ്, ജോർദാനടുത്തുള്ള ക്യാമ്പിൽ 3ഓളം സൈനികർ മരിച്ചപ്പോൾ ഈ പറയുന്ന മലേഷ്യ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇറാന് താക്കീത് കൊടുത്തു, ശക്തമായി ഇറാനിൽ കയറി അറ്റാക്ക് ചെയ്യും ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ. അതിൻ്റെ പേരിൽ ഇറാൻ ഭയന്നു. ഇതാണ് സംഭവം. കേരളത്തിൽ ഈ പറയുന്ന ഐക്യദാർഢ്യം, ഇറാനോട് ഐക്യദാർഢ്യം, ഹിസ്ബുള്ളയോട് ഐക്യദാർഢ്യം, അവരോടൊക്കെ പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്, പ്രധാനപ്പെട്ട പോയിന്റ്. ഇതാണ്, ഇത്രയേ ഉള്ളൂ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം. അതായത് ഒരു പ്രൊഫഷണൽ സൂപ്പർ പവറായ സൈനിക ശക്തിയോട് കളിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റൊരു സംഭവ വികാസം ഉണ്ടായേക്കുന്നത് ഈജിപ്തിന്റെ റാഫ ബോർഡറിൽ, ഗാസയുമായിട്ട് ചേർന്ന ബോർഡറിൽ സാറ്റലൈറ്റ് ഇമേജുകൾ, അതിനെ AFPയും റോയിട്ടേഴ്സും എല്ലാം റിപ്പോർട്ട് ചെയ്തു. ഈജിപ്റ്റ് മതിൽ പണിയുകയാണ് ഹ്യൂജായിട്ടുള്ളത്. കാരണം ഗ്രൗണ്ട് ഒഫൻസീവായിട്ട് റാഫ ബോർഡറിൽ ഇസ്രായേൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തുള്ള പല രാജ്യങ്ങളും അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സീസ് ഫയറുമായിട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ സീസ് ഫയർ ഒരു കാരണവശാലും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. ഇസ്രായേലി പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, റാഫ ബോർഡർ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയില്ല എങ്കിൽ ഈ യുദ്ധം ഇസ്രായേൽ ജയിച്ചു എന്ന് കരുതുവാൻ കഴിയില്ല. അതുകൊണ്ട് റമദാൻ ആണെങ്കിൽ പോലും, കാരണം മാർച്ചിൽ റമദാൻ തുടങ്ങുകയാണ്, അതാണെങ്കിൽ പോലും വാർ നിലനിൽക്കും. അത് കഴിഞ്ഞ് ഇസ്രായേലിന്റെ മുൻ പ്രൈം മിനിസ്റ്റർ ബെന്നി ഗ്രാൻഡ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്താൽ എന്നാൽ പോലും വാർ തുടരും. അത് അദ്ദേഹം ഈ പറയുന്ന പോലെ സീസ് ഫെയറിനെ അനുകൂലിക്കുന്ന ഒരാള്, തൽക്കാലത്തേക്ക് സീസ് ഫെയർ കൊണ്ടുവരണമെന്ന് അനുകൂലിക്കുന്ന ആളാണ്. അപ്പൊ ഇസ്രായേലിന്റെ ഒരേ ഒരു ധാരണയുള്ളൂ, അവര് യുനാനിമസ് ആയിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം എന്തു വന്നാലും ഈ കംപ്ലീറ്റ് ആയിട്ട് ഗാസ പിടിക്കും, അതേപോലെ ഹമാസിനെ തീർക്കും. ഏതാണ്ട് ഹമാസ് ഓൾമോസ്റ്റ് ഫിനിഷായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഇന്റലിജൻസ് തന്നെ പറയുന്ന ഏകദേശം 15,000-ഓളം ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു. 10,000-ന് മുകളിലുള്ളവർ സീരിയസ്ലി ഇഞ്ചേർഡായി. 30,000 സിവിലിയൻസ് മരിച്ചു എന്ന് ഹമാസിന്റെ ഹെൽത്ത് മിനിസ്ട്രിയാണ് പറയുന്നത്. അതായത് പറയുന്നത് മറ്റ് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്, അവിടെയുള്ള റാഫയിലുള്ള പാലസ്റ്റീൻകാർ ഏകദേശം 1 മില്യൺ, 10 ലക്ഷത്തിന് മുകളിൽ വരും. അവർ എവിടെ പോകണമെന്നറിയാതെ ഗതികെട്ട് നടക്കുകയാണ്.
യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്റ്റേറ്റ്മെന്റ് വരാൻ തുടങ്ങി. കാരണം ഇവരെല്ലാം വരാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലോട്ടാണ്, അതുകൊണ്ട് ഈ സാഹചര്യത്തെ വേണ്ട. ഈജിപ്റ്റ് മനസ്സിലാക്കുക, ഇസ്ലാമിക രാജ്യമാണ്. അവർ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവരെ കയറ്റില്ല. ഇനി ഇവരെവിടെ പോകും? അപ്പൊ ഇവർക്കൊരു എക്സിറ്റ് ഉണ്ടായി കൊടുക്കണം. എങ്ങോട്ട് പോകും ഇവര്? കാരണം എങ്ങോട്ടെങ്കിലും പോയേ മതിയാകത്തുള്ളൂ. അത് ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിൽ എന്തായിരുന്നൊരു സൊല്യൂഷൻ ആരും ഒന്നും പറയുന്നില്ല. കാരണം ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയെ മുമ്പിൽ വെച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഹമാസിന് ഇത് ഹാൻഡ് ഓവർ ചെയ്യത്തില്ല. സീസ് ഫയർ വരികയും ഇസ്രായേലി സേന ഗാസയിൽ നിന്നും പിൻവാങ്ങുന്നില്ല. അതേപോലെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലി സേന ഇനിയും പിൻവാങ്ങാൻ പോകുന്നില്ല. ഇതൊക്കെ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇസ്രായേലിന് ബഫർ സോണിന് വേണ്ടി കുറച്ചധികം ഗാസയുടെ സ്ഥലത്തോട്ട് കയറിയിട്ട് അവർ മതിൽ പണിയാൻ തുടങ്ങി. അതായത് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, പാലസ്തീൻകാരുടെ ദുരന്തമാണ് ബേസിക്കലി ഹമാസ്. ഹമാസ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെടുത്തത് മുഴുവനും ദുരന്തം വെച്ചാൽ ദുരന്തപൂർണമായ ജീവിതത്തിലോട്ട് പോയി. ഈ ഗാസയാണെങ്കിൽ പല രാജ്യങ്ങളുടെ ഹെൽപ്പ് കൊണ്ടാണെങ്കിലും ഇവിടെ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുമായിരുന്നു. ഈ പാലസ്തീൻ ഒരു സൊല്യൂഷൻ ഉണ്ടാകും, പെട്ടെന്നൊന്നും ഉണ്ടാകത്തില്ല, കുറച്ച് കഴിയും സൊല്യൂഷൻ ഉണ്ടാകും. അപ്പൊ ആ ഒരു സൊല്യൂഷനേക്കാൾ ഉപരി ജിഹാദ് രീതിയിൽ ഇതെല്ലാം കൂടെ പിടിച്ചെടുക്കുവാനുള്ള ഇസ്ലാമിക തീവ്രത ഇതിനകത്ത് കുത്തി നിറച്ചു കഴിഞ്ഞപ്പോഴാണ് ഇഷ്യൂ ആയത്. തുടക്കത്തില് നിങ്ങൾക്കറിയാം, ഇത് തുടക്ക സമയത്ത്, അതായത് ഒക്ടോബർ 7 ശേഷം ചില രാജ്യങ്ങൾ, അതായത് അറേബ്യൻ രാജ്യങ്ങൾ ഈ ഹമാസിനെയും പാലസ്തീനെയും പിന്തുണച്ചു. ഉണ്ടാകുന്ന സംഭവമാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മ്യൂണിക്കിൽ നടക്കുന്ന ഇന്റർനാഷണൽ എനർജി കോൺഫറൻസ്, അതിനകത്ത് വളരെ കൃത്യമായിട്ട് സൗദി അറേബ്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും മറ്റുള്ള അറബ് നേതാക്കളും അതിൻ്റെ കൂടെ ജോർദാൻ കിങ്ങും ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്കൊന്നും ഹമാസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ പണ്ടത്തെ സമയമാണ്. ഇവരൊന്നും ഇസ്ലാമിലോട്ട് ഇനിയും തിരിച്ചു പോയി അതിൻ്റെ ജിഹാദും ആ രീതിയിലോട്ട് പോകാൻ ഈ രാജ്യങ്ങളൊന്നും തയ്യാറല്ല. അവർ പറഞ്ഞ് ഇനഫ് ഈസ് ഇനഫ്, ഇവർക്ക് വേണ്ടി ഒത്തിരി ഞങ്ങൾ സഹിച്ചു. കാരണം ഞങ്ങൾ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിപ്പോയി. ഞങ്ങളുടെ രാജ്യത്തും ഇതേപോലെ ഈ തീവ്രവാദികൾ കയറി വന്നു, ഞങ്ങളുള്ളവരെ തീവ്രവാദികളാക്കാൻ ശ്രമിക്കുന്നു. വഹാബിസും സലഫിസും ഇതിൽ ത്രൂ കയറി വരുന്നു. ഇനി ഞങ്ങളിത് സഹിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് പാലസ്തീൻകാരെ അക്സെപ്റ്റ് ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല. ഒരു രാജ്യവും തയ്യാറാകുന്നില്ല. ഹമാസിനെ പൂർണ്ണമായിട്ടും അറബ് രാജ്യങ്ങൾ തള്ളിക്കളയുകയാണ്. അവസാനത്തെയാണ് ഇതുകൊണ്ട് ഇറാന്റെ കാര്യം കയറി വന്നു. ഇറാൻ എന്താ അവസാനം പറഞ്ഞു? വാഷിംഗ്ടൺ പോസ്റ്റിനകത്ത് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അവരും ഇനി ഹമാസിനെ പിന്തുണയ്ക്കാൻ തയ്യാറല്ല. അതായത് ഹമാസിനോട് പറയുന്നത് നിങ്ങളും വെടിനിർത്തലിന് തയ്യാറാകണം. ഇത് കമ്മ്യൂണിക്കേഷനാണ്, ഇത് ലീക്ഡ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഒരു കാര്യം വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയാം, ലോകത്തിൻ്റെ ഇന്നത്തെ പോക്ക് സമാധാനത്തോടുള്ള പോക്കാണ്. അക്രമം, അതേപോലെയുള്ള സൂയിസൈഡ് അറ്റാക്ക്, സ്വർഗത്തിൽ പോകാൻ വേണ്ടി സൂയിസൈഡ് ആകുന്നു, ആൾക്കാരെ കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു. ആ സംഭവങ്ങളൊക്കെ ഇറാന് പോലും വേണ്ട എന്നായി. ആ രീതിയിലോട്ടാണ് പോകുന്നത്. റമദാനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു തീരുമാനം പല രാജ്യങ്ങളും എടുത്തത്, മ്യൂണിക്കിൽ വെച്ചെടുത്തതിന് പിറകിലുള്ള വികാരം എന്താണ്? കാരണം ഇനിയും ഈ രീതിയിൽ വെസ്റ്റ് ഏഷ്യ ഇതേപോലെ ഒരു സമാധാനമില്ലാതെ പോവുകയാണെങ്കിൽ ആ രാജ്യം ഒരിക്കലും സമാധാനത്തോട് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ വരത്തില്ല. ആ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി ആളുകൾ വരികയില്ല. ഇത്രയും നാളും സമാധാനമില്ലായിരുന്നു, ഇനി അത് പാടില്ല. ഇനി സമാധാനത്തോട് പോകണം. ഹമാസിനെ കൈവിടാനും പാലസ്തീനെ കൈവിടാനും ഈ അറേബ്യൻ രാജ്യങ്ങളും തയ്യാറായി. അതാണ് ഏറ്റവും വലിയ ഡെവലപ്മെന്റ് കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നത്.